നമസ്കാരം. ഇപ്പോഴും ഒരു ഓർഡറിന്റെ കോപ്പി ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പാറിപ്പറന്നു നടക്കുന്നുണ്ട്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ചീഫ് സെക്രട്ടറിയാക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ കോപ്പിയാണിത്. കഴിഞ്ഞ ജൂൺ 30-നാണ് ഉത്തരവിറക്കിയത്. ചീഫ് സെക്രട്ടറിയുടെ നിലവിലെ ഒഴിവിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായ പ്രദീപ് കുമാറിനെ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ്. പൊതുഭരണ വകുപ്പിൽ നിന്ന് തന്നെയാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളതും. ഇത് അക്കൗണ്ടന്റ് ജനറലിനും പൊതുഭരണ വകുപ്പ് അക്കൗണ്ട് സെക്ഷനിലേക്കുമൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവ് ഇറക്കിയവരല്ല, ഉത്തരവ് കണ്ടവരാണ് ഒരുപോലെ ഞെട്ടിയത്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ചീഫ് സെക്രട്ടറിയോ ഉത്തരവിന്റെ കോപ്പിയാണെങ്കിൽ പാറിപ്പറന്ന് നടക്കുകയും ചെയ്തു. തുടരൻ അന്വേഷണങ്ങൾ വന്നതോടെയാണ് പൊതുഭരണ വകുപ്പിന് പറ്റിയ അമളി മനസ്സിലായത്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ചീഫ് സെക്രട്ടറിയാക്കിയ ഉത്തരവ് തിരുത്തി പ്രദീപ് കുമാറിനെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റാക്കി മാറ്റി നിയമിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കി. നിലവിലുള്ള ട്രാൻസ്ഫർ ഉത്തരവിലാണ് ഈ അമളി പിണഞ്ഞത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡ് 1 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായ പ്രദീപ് കുമാറിനെ മാറ്റി നിയമിച്ചപ്പോഴാണ് ഇത്തരം ഒരു അമളി വന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഓർഡറിന്റെ കോപ്പിയാണ് പ്രചരിച്ചത്. സംഭവം പൊതുഭരണ വകുപ്പിനും നാണക്കേടായി. ഇതോടെയാണ് ഉടനടി ഉത്തരവ് തിരുത്തി വീണ്ടും ഇറക്കിയത്. നിലവിലെ ചീഫ് സെക്രട്ടറി A.J. തിലക് സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. പുതിയ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ചാർജ് ഏറ്റെടുത്തിട്ടുമില്ല. ജൂലൈ 1-നാണ് വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുത്തത്. എന്നാൽ ജൂൺ 30-നാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനെ ചീഫ് സെക്രട്ടറിയാക്കി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പിൽ നിന്നും ഇറക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവ് ചർച്ചയായി വരും. ആഭ്യന്തര വിജിലൻസ് ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു വിശ്വനാഥ് സിൻഹ. ഈ പോസ്റ്റിൽ നിന്നാണ് ചീഫ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിതനായത്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പ്രദീപ് കുമാറും ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതും. എന്തായാലും ഉത്തരവ് മാറ്റി ഇറക്കിയെങ്കിലും ഈ അമളി സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ സംസാര വിഷയമാണ്. ഉത്തരവ് ഇറക്കിയ ആളുടെ പോസ്റ്റ് തെറിക്കുമോ എന്നത് കാത്തിരുന്ന് അറിയേണ്ട കാര്യവുമാണ്.